انت الحب الكبير الأول والأخير ولا غيرك يا حبيبي قلبي لهوى. ദുബായ് ടിവിയിലെ അറബ് സംഗീത പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളെയെല്ലാം വിസ്മയിപ്പിച്ച ഒരാളുണ്ട്. ഏക ഇന്ത്യക്കാരിയാണ്, മലയാളിയാണ്, നമ്മുടെ അഭിമാനമാണ്. കണ്ണൂരുകാരി സുജേത സതീഷ്. കൂടുതലൊന്നും സുജേതയെക്കുറിച്ച് പറയേണ്ട, നിരവധി ലോക റെക്കോർഡിന്റെ ഉടമ കൂടിയാണ്. ആദ്യം നമുക്ക് ഈ എക്സ് ഫാക്ടർ അറേബ്യ, അതായിരുന്നു അല്ലേ പരിപാടി? എന്തായിരുന്നു അത്? എങ്ങനെയാണ് അതിലെത്തുന്നത്? ഇത് ആക്ച്വലി എക്സ് ഫാക്ടർ അറേബ്യൻ്റെ സീസൺ 6 നടന്ന, ഞാൻ അന്ന് പാടിയ പാട്ടാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതിന് എന്നെ അവർ വിളിച്ചത് ഞാൻ പാടുന്ന അറബിക് പാട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേട്ടിട്ടാണ് അവർ ഇങ്ങോട്ട് വിളിച്ചത്. അതിന് മുന്നേ ടു ബി വെരി ഓണസ്റ്റ് ഞാൻ അറിഞ്ഞില്ല എക്സ് ഫാക്ടറിൻ്റെ അറബിക് വേർഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു ഇതിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെയാണ് അതിലേക്ക് പോയത്. അപ്പോൾ ആ ഷോയിൽ ആക്ച്വലി അതിൻ്റെ ഹിസ്റ്ററി തന്നെ എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യത്തെ ഇന്ത്യൻ പെർഫോമർ, അല്ലെങ്കിൽ ഒരു നോൺ അറബ് പെർഫോമർ. കാരണം ബാക്കി എല്ലാവരും ദേ വർ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി അറബ് വേൾഡ്. ഇപ്പം UAE നിന്നുണ്ടായിരുന്നു, പിന്നെ സിറിയ, ഈജിപ്റ്റ്, അങ്ങനെ പല സ്ഥലത്തു നിന്നും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഒരു നോൺ അറബ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറയുന്നത്. അറബ് പാട്ടായിരുന്നു, അറബിക് പാട്ടായിരുന്നു. അതെ, ഫുൾ അറബിക് ആണ്. അതിൽ അറബിക് സിംഗിങ് ഷോ ആണല്ലോ, അപ്പൊ അറബിക് മാത്രമേ അലൗഡ് ഉള്ളൂ. ആസ് എൻ ഇന്ത്യൻ സിംഗിങ് ആൻ അറബിക് സോങ്. പല ഭാഷകളിൽ സുജേത പാടിയിട്ടുണ്ട്. പക്ഷെ അറബി എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? അറബിക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി രണ്ടാമത് പഠിച്ച ഫോറിൻ ലാംഗ്വേജ് സോങ് ആയിരുന്നു, അറബിക്കിലായിരുന്നു. അപ്പം പിന്നെ സ്കൂളിൽ മുതൽ അറബിക് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അറബിക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നില്ല. പിന്നെ ഒറിജിനൽ അറബിക് സോങ്സും ഉണ്ട് ഇപ്പം. അപ്പോൾ അറബിക് വാസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. പക്ഷെ എന്നാലും അതൊരു ചാലഞ്ച് ആണല്ലോ. കാരണം അറബ് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ അറബ് ലാംഗ്വേജിൽ പാടുമ്പോൾ അതൊരു പറഞ്ഞ പോലെ ചാലഞ്ചിങ് തന്നെ. ഇൻഫാക്ട് ഞാൻ അന്ന് ഞാൻ പാടുന്നതിന് മുന്നേ ഞാൻ ജഡ്ജസിനോട് പറഞ്ഞത് ഐ എം ഹിയർ ടു ചാലഞ്ച് മൈ സെൽഫ്. കാരണം ഇത്രയും ലാംഗ്വേജസിൽ പാടുമെങ്കിലും ഇന്നത്തെ എൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ്, അത് അറബിക്കിൽ എൻ്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചാലഞ്ച്. ആൻഡ് ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ജഡ്ജ് പറഞ്ഞത് യു ഹവ് സക്സീഡഡ് ഇൻ യുവർ ചാലഞ്ച് എന്നാണ്. അതായത് ചാലഞ്ച്. ولا غيرك يا حبيبي قلبي لهوى أسير أنا عاشق نور عينيك عاشق غرامها وسحرها أنا روحي ما بين إيديك وحياتي أنت ملكتها بحبك كتير بحبك ഇതിന്റെ അർത്ഥം എന്താണ്? This is one true love, you're my biggest love എന്നൊക്കെ ഉള്ളൊരു ലവ് സോങ് ആണ്. മാത്രമല്ല ഇത് ഈ പാട്ട് പാടിയത് ഒരു ലെബനീസ് സിംഗർ, ഇത് ജഡ്ജായിരുന്നു, ഒറിജിനൽ പാടിയിട്ടുള്ള ആളുടെ മുന്നിൽ വെച്ചാണ്. അതെ, അപ്പൊ അതായിരുന്നു ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. ഐ മീൻ എല്ലാം കൊണ്ടൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു. കാരണം ഒരു അറബിക് റിയാലിറ്റി ഷോയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു ആസ് എൻ ഇന്ത്യൻ, ആൻഡ് ഒരു അറബിക് പാട്ട് പാടുന്നത്, ദാറ്റ് ടു ഇൻ ഫ്രണ്ട് ഓഫ് ദി ഒറിജിനൽ സിംഗർ ഹിംസെൽഫ്. എന്നിട്ട് അദ്ദേഹം ഞാൻ പാടിക്കഴിഞ്ഞിട്ട് പറഞ്ഞത് ഐ ലൈക്ക് മൈ സോങ് വെൻ യു സിംഗ് ഇറ്റ് എന്നാണ്. അപ്പോൾ നല്ലൊരു അഭിമാനം, ഒരു സന്തോഷം തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു. ഈ പാട്ട് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായി ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. നിരവധി ഈ ലോക്കൽ അറബ്സ് നിന്റെ ആരാധകരായി മാറിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കണ്ടു. ആ ഒരു ഫീലിംഗ് എങ്ങനെ? നല്ല സന്തോഷം. ഇൻഫാക്ട് ഇത് ആ എപ്പിസോഡ് എയർ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്കും ഒരുപാട് അപ്രിസിയേഷനും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം അവർ ഷോൻ്റെ ഒന്നും കൂടി റീ അപ്ലോഡ് ചെയ്തപ്പോൾ അത് വീണ്ടും അത് കൂടുതൽ വൈറലായി എന്ന് തോന്നുന്നു. എന്നിട്ടും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും ഇങ്ങനെ കുറേ വിഷസും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടിക്കൊണ്ട് നല്ല സന്തോഷം തോന്നുന്നു ഫ്രം അക്രോസ് ദ വേൾഡ്. ഇൻഫാക്ട് അറബ്സ് മാത്രമല്ല, ഇന്ത്യൻസ് മാത്രമല്ല, ഒരുപാട് ഗ്ലോബൽ ഒരു ഓഡിയൻസ് ആണെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ അംഗീകാരം കിട്ടുമ്പോൾ ഒരു നല്ല സന്തോഷം തോന്നുന്നു. സുജേത ഈ ഒരു പാട്ടിൽ മാത്രമല്ല, ഇതിനപ്പുറത്തേക്കുള്ള കുറേ പാട്ടുകളും ലോക റെക്കോർഡുകളും ഒക്കെ ഉണ്ട്. അതിനകത്തേക്ക് വരാം. അതിനു മുൻപ് ഫാമിലി, അച്ഛൻ, അമ്മ, അവരെ കുറിച്ചൊന്ന് പറയാം. അച്ഛൻ ഡോക്ടർ TC സതീഷ്, ഡെർമറ്റോളജിസ്റ്റ് ആണ്. അമ്മ സുമിത ഐലിയത്ത്, അമ്മ RJ ആണ്. ഷീസ് എ റൈറ്റർ, ഷീസ് റിട്ടൺ ലിറിക്സ് ടു എൻ്റെ കുറേ പാട്ടുകളിന്. ചിത്രകാരിയാണ്. അതെ, ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ കുറേ ഉണ്ട് അമ്മനെ പറ്റി പറയാൻ. ഏട്ടൻ ഡോക്ടർ സുശാന്ത് സതീഷ്, ഇപ്പം ആസ്റ്റർ മെഡ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, കൊച്ചിയിൽ. കണ്ണൂർ സ്വദേശം. അതെ, ജനിച്ചത് കണ്ണൂരാണ്. പക്ഷെ അച്ഛനമ്മ ഇപ്പൊ വീടെടുത്തിരിക്കുന്നത് കോഴിക്കോടാണ്. പഠിക്കുന്നത് ദുബായിലാണ്. ഇൻഫാക്ട് ഐ ഹവ് ഗ്രോൺ അപ്പ് ഇൻ ദുബായ്. അപ്പോൾ ദുബായ് സെക്കൻഡ് ഹോം. ഇതാണ് സുജേത. ഇതോടൊപ്പം തന്നെ 156 ഭാഷകളിൽ പാട്ടുപാടി
ലോക റെക്കോർഡ് നേടിയിട്ടുള്ള ആളാണ്. ആ 156 ഭാഷകൾ എങ്ങനെയാണ് ഇത്ര അധികം ഭാഷകളിൽ ഇപ്പം സംസാരിക്കുക അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ ഭാഷയിൽ പാട്ടെന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചല്ലേ? ചാലഞ്ചിങ് ആണ്, അത് ഈസി അല്ല. കാരണം ഓരോ ലാംഗ്വേജും പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ ഒരു ലാംഗ്വേജിൽ ഒരു പാട്ട് പഠിക്കുമ്പോൾ അത് പരമാവധി പെർഫെക്ഷനോടെ പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കുറേ പ്രാവശ്യം ഇങ്ങനെ കേട്ട് സത്യം പറഞ്ഞാൽ എല്ലാം സ്വന്തം പഠിക്കുന്നതാണ്. ഏറ്റവും വലിയ ചലഞ്ച് ലാംഗ്വേജ് പാട്ട് പഠിക്കുമ്പോഴായിരുന്നു? എനിക്ക് തുടക്കത്തിൽ റഷ്യൻ, ജർമ്മൻ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പം കുറെ പാട്ടുകൾ കേട്ട് വരുമ്പം അത് കുറച്ചും കൂടി ലാംഗ്വേജിനോട് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നു ഇപ്പോൾ. കേട്ട് തന്നെയാണോ പഠിക്കുന്നത്? അതെ, എല്ലാം കേട്ട് പഠിക്കുന്നത്. ഇൻഫാക്ട് കേട്ടിട്ട് ലിറിക്സ് നോക്കാതെയാണ് പാടുന്നത്. ഇൻഫാക്ട് എൻ്റെ എല്ലാ വേൾഡ് റെക്കോർഡ്സിനും അതൊരു ക്രൈറ്റീരിയ ആയിരുന്നു. നമ്മൾ ലിറിക്സ് നോക്കാതെ പാടണം. നമുക്ക് ലിറിക്സ് നോക്കി പാടുന്ന ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. എല്ലാം ബൈ മെമ്മറി ആയിരുന്നു എല്ലാം പാടിയത്. സിനിമയിലും പിന്നണി ഗായികയായിട്ടുണ്ട്. അതെ, ഇപ്പോൾ കുറച്ച് സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ആയിഷ എന്ന് പറഞ്ഞ സിനിമയിൽ ജയചന്ദ്രൻ സാറിൻ്റെ ഒരു അറബിക് സോങ് ആയിരുന്നു. ഇൻഫാക്ട് അവിടെ ഒരു അറബിക് കണക്ട് ഉണ്ട്. അവിടെയും ഫസ്റ്റ് പ്ലേ ബാക്ക് അറബിക് സോങ് വെച്ചായിരുന്നു. പിന്നെ ഈയിടെ ഇറങ്ങിയ ആനന്ദ് ശ്രീബാലയിലെ രഞ്ജൻ രാജ് സാറിൻ്റെ ഒരു കോമ്പോസിഷൻ പാടാൻ കഴിഞ്ഞു. പിന്നെ കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ വെരി റീസെൻറ്റ് അതിൽ ജെറി അമൽദേവ് സാറിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ മെലഡിയും പാടാൻ കഴിഞ്ഞു. പിന്നെ വേറെയും കുറച്ച് റിലീസസ് ഉണ്ട്. ഇപ്പോൾ ഒരു ബോളിവുഡ് ഹോളിവുഡ് ക്രോസ് ഓവർ ഫിലിമുണ്ട്. അതിൻ്റെ കോമ്പോസിഷൻ മോണ്ടി ശർമ്മ സാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും ഒരു മലയാളം പാട്ടും ഷുവർ. കേക്ക് സ്റ്റോറിയിലത്തെ ജെറി സാറിൻ്റെ പാട്ട്. വാനം മാറിയോ മേഘം മൂടിയോ മൗനം നീറിയോ ജീവൻ വാടിയോ രാവേ പറയുമോ കാലം പുലരുമോ വാനം മാറിയോ മേഘം മൂടിയോ. പഠിക്കുന്നത് ദുബായിലാണല്ലോ. എന്താ കോഴ്സ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഡിജിറ്റൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ചെയ്യുന്നത് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ. ഈ കുറേ വേൾഡ് റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നല്ല ഗായികയൊക്കെ ആവണം, ശരിയാണ്. അതിനൊപ്പം തന്നെ ഒരു സോഷ്യൽ വിഷൻ എന്താണ്? എനിക്ക് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓഫ്കോഴ്സ് ഇറ്റ്സ് ഗ്രേറ്റ് ടു പ്രൊമോട്ട് ദ ടാലൻറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആ ഒരു ടാലൻറ്റിനെ നമ്മളൊരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ ഫോർ ഹ്യൂമാനിറ്റി യൂസ് ചെയ്യുന്നത് ഒരു സംതിങ് ഐ ഓൾവേസ് ബിലീവ്ഡ് ഇൻ. ഇതുവരെ എൻ്റെ പാട്ട് കൊണ്ട് എനിക്ക് കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടോട്ടൽ എത്ര വേൾഡ് റെക്കോർഡുണ്ട്? ഗിന്നസ് റെക്കോർഡ്സ് 2, ബട്ട് വേൾഡ് റെക്കോർഡ്സ് ഐ തിങ്ക് ഇൻ ടോട്ടൽ അബൌട്ട് 4. പക്ഷേ ഇതാണ് വേൾഡ് റെക്കോർഡ്സ്. അത് കൂടാതെ വേറെയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അങ്ങനെ വേറെയും കുറേ ഇനിയും കിട്ടട്ടെ കുറേ വേൾഡ് റെക്കോർഡ്. അതോടൊപ്പം തന്നെ 156 അതിനപ്പുറത്തേക്ക് കുറേ ഭാഷകളിൽ പാടാൻ കഴിയട്ടെ. കാരണം ലോകത്തിലുള്ള എല്ലാവരും സുജാതയുടെ പാട്ടുകൾ കേൾക്കട്ടെ. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.